യാത്ര തുടരാം താതനൊപ്പം, യാത്ര തുടരാം താതനൊപ്പം. ഇവാനിയൻ ധ്യാനയാത്ര, പാദാനുയാത്ര. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ പിതാവായ ധന്യൻ മാറിവാനിസ് പിതാവിൻ്റെ 71 ഓർമ്മ ആചരിക്കുന്ന ഈ അവസരത്തിൽ പിതാവിൻ്റെ ആത്മീക ദർശനങ്ങൾ, അതോടൊപ്പം തന്നെ പിതാവ് ഈ ലോകത്തിന് നൽകിയ ആധ്യാത്മിക മൂല്യങ്ങളെയൊക്കെ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും അതിൽ വളരുവാനുമുള്ള ഒരവസരമാണ് ഈ ഒരു സമയം. പിതാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ധാരാളം ആധ്യാത്മിക ദർശനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ ആഴത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ് പിതാവിൻ്റെ പ്രാർത്ഥനാനുഭവം, പ്രാർത്ഥനാ ജീവിതം എന്നുള്ളത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ നമ്മളോടൊക്കെയും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? നിങ്ങൾ ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും അവർക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാതെ വരും. ചിലർക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ഉത്തരം കൊടുക്കാൻ കഴിയാത്ത അവസരങ്ങളുമുണ്ട്. അവിടെയാണ് നമുക്ക് മാറിവാനിസ് പിതാവിൻ്റെ ജീവിതം എടുത്ത് കാണിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പിതാവിൻ്റെ പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ്? പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് എന്ത് ലഭിക്കും? ഇതിനൊക്കെ ഉത്തരം നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കൊടുക്കേണ്ട വ്യക്തികളാണ് നാം ഓരോരുത്തരും. അപ്പോൾ നമുക്ക് ഉത്തരം വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട്. മിശിഹായുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ വളരെ വ്യക്തമായി ലഭിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രാർത്ഥന ഒരു ബന്ധം സ്ഥാപിക്കലാണ്, ഒരു റിലേഷൻഷിപ്പാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതാണ് പ്രാർത്ഥന. രണ്ടാമതായിട്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു രൂപാന്തരീകരണമാണ്, അഥവാ ട്രാൻസ്ഫോർമേഷനാണ്. എങ്ങനെയാണ് ഒരു ദൈവിക അനുഭവത്തിലേക്ക്, ദൈവിക ഭാവത്തിലേക്ക് നമ്മൾ ചെന്നെത്തുന്ന ഒരു അവസ്ഥയാണ് പ്രാർത്ഥന. മൂന്നാമതായിട്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മെ വിശുദ്ധീകരിക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രാർത്ഥന വഴിയായി നമുക്ക് വിശുദ്ധീകരണം ഉണ്ടാകും. അപ്പോൾ ഇത് സാധ്യമാകണമെങ്കിൽ നമ്മൾ കേവലം ദൈവസന്നിധിയിൽ നമ്മുടേതായ ചില അപേക്ഷകളോ യാചനകളോ നമ്മുടെ ചില നിയോഗങ്ങളോ വെച്ചതുകൊണ്ട് മാത്രം പ്രാർത്ഥന, ഈ ഫലങ്ങൾ നമുക്ക് ലഭിച്ചെന്ന് വരികയില്ല. അപ്പോൾ പ്രാർത്ഥന വഴിയായി നമ്മൾ എന്ത് ചെയ്യണം? ദൈവികരായിട്ട് വളരാൻ നമുക്ക് സാധിക്കണം. അഥവാ ദൈവികമായ ബന്ധത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ ദൈവാനുഭവത്തിലേക്ക് ഒരു രൂപാന്തരീകരണം പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രാർത്ഥനയുടെ ഫലങ്ങളിലേക്ക് വളരുവാനായിട്ട് സാധിക്കുള്ളൂ. അത് മാറിവാനിസ് പിതാവ് തൻ്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക, നമ്മുടെ മാനുഷികമായ കാഴ്ചപ്പാടുകൾ, മാനുഷികമായ ബലഹീനതകൾ, മാനുഷികമായ പരിമിതികൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോകത്തിൽ പരിമിതികളും അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള ലിമിറ്റേഷൻസൊക്കെ നമുക്കുണ്ട്. ഇതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ പ്രാർത്ഥന നമ്മെ സഹായിക്കും എന്ന് മാറിവാനിസ് പിതാവ് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതിനേക്കാൾ ഉപരിയായി നമ്മൾ മിശിഹായുടെ ജീവിതം പരിശോധിക്കുമ്പോൾ മിശിഹ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആ ദൈവവുമായുള്ള ബന്ധം സ്ഥാപിച്ചിരുന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ആബ, ഈ ഒരു എക്സ്പീരിയൻസിലാണ് മിശിഹ ജീവിച്ചത്. മലമുകളിൽ പോയി പ്രാർത്ഥിച്ചു, വിജനസ്ഥലത്ത് പ്രാർത്ഥിച്ചു, ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ ആ ഒരു റിലേഷൻഷിപ്പ് നിരന്തരമായിട്ടിങ്ങനെ വളർത്തിക്കൊണ്ടേയിരുന്നു. നമുക്കറിയാം, നാം എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഈ മൊബൈൽ ഫോണിന് നിരന്തരമായിട്ട് നമ്മൾ ചാർജ് ചെയ്യും. ചാർജ് എപ്പോൾ തീർന്നു പോകുന്നുവോ അപ്പോൾ അത് നിശ്ചലമാകും, പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമുക്ക് നിരന്തരമായിട്ട് ദൈവവുമായുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഒരാത്മീക ശക്തി
അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ വിശുദ്ധ ബൈബിൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ഉന്നതൻ്റെ ശക്തി അഥവാ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നമ്മൾ ലഭിക്കുന്തോറും നമുക്ക് ഈ ഭൂമിയിൽ ഏത് മേഖലകളെയും ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് മാറിവാനിസ് പിതാവ് നമുക്ക് കാണിച്ചു തരുന്നത്. പിതാവിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമുക്കറിയാം, വളരെ സങ്കീർണമായ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനെ എങ്ങനെ അതിജീവിച്ചു? പിതാവ് പ്രാർത്ഥനയിലൂടെ ഈ ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ആ പ്രാർത്ഥന വഴിയായിട്ട് ഈ ബന്ധം മെച്ചപ്പെടുത്തുക മാത്രമല്ല, ദൈവിക പദ്ധതികളെ കൃത്യമായി ധന്യനായ മാറിവാനിസ് പിതാവ് തിരിച്ചറിഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പല വ്യക്തികളും പരാജയപ്പെടുന്നു, ജീവിതം അവസാനിപ്പിക്കുന്നു. പലരും നമുക്കറിയാം, ഇന്നത്തെ പൊതുസമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നിരാശയുടെ ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാ മേഖലകളിലുമുണ്ട്. ഒരുപക്ഷെ വൈദികരുടെ ഇടയിൽ പോലും ഇന്ന് അതൊക്കെ കാണാൻ സാധിക്കും. സന്യാസികളുടെ ഇടയിൽ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, യുവാക്കന്മാരുടെ ഇടയിൽ ഒക്കെ ഈ ഒരു നിരാശയുടെ മുഖമുണ്ട്, അതൃപ്തിയുടെ ഒരു തലമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതൃപ്തിയോടുകൂടി നിരാശയോടുകൂടി ജീവിക്കുക എന്നുള്ളതല്ല. മാറിവാനിസ് പിതാവ് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? പ്രാർത്ഥനയിലൂടെ നമ്മൾ അതിനെ അതിജീവിക്കുക. പിതാവിൻ്റെ ജീവിതത്തിൽ സങ്കീർണമായ പല പ്രശ്നങ്ങൾ നമുക്കറിയാം. മലങ്കര സഭയുടെ ആധ്യാത്മികതയുടെ വലിയ ഒരു തകർച്ച ഉണ്ടായപ്പോൾ, മലങ്കര സഭയിൽ നേരിടുന്ന പല പ്രശ്നങ്ങൾ വന്നപ്പോൾ പിതാവ് ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഇതിനെന്താണ് ഒരു പരിഹാരം? അപ്പം നമുക്കറിയാം, ധന്യനായ മാറിവാനിസ് പിതാവ് വലിയ പണ്ഡിതനും ബുദ്ധിമാനും ജ്ഞാനിയുമായിരുന്നു. എന്നാൽ പിതാവ് തന്നിലേക്ക് തന്നെ ഒതുങ്ങി നിൽക്കാതെ ദൈവത്തോട് ആലോചന ചോദിക്കുന്നു. ഈ ആലോചനയിലൂടെയാണ് തീരുമാനങ്ങളെടുത്ത് ഇത് പരിഹരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പിതാവ് നൽകുന്ന ഏറ്റവും വലിയ മാതൃക സന്ദേശം എന്ന് പറയുന്നത് എന്താണ്? നിരന്തരമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തി ആർജിക്കുക. അപ്പോൾ നമുക്കറിയാം, പിതാവ് ഈ സന്യാസ സമൂഹം സ്ഥാപിക്കുന്ന സമയത്ത് ഇതിനൊരു പേര് കണ്ടെത്തണം, ഈ ഒരു പേരിടണം. അപ്പോൾ ആ പേര് പോലും പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവത്തോട് ചോദിക്കുകയാണ്, എന്താണ് ഞാൻ ഈ സന്യാസ സമൂഹത്തിന് ഒരു പേരിടേണ്ടത്? അതോടൊപ്പം തന്നെ മലങ്കര സഭയുടെ ഈ ആധ്യാത്മിക തകർച്ചയിൽ ഇതിനെ പരിഹരിക്കാൻ എന്താണ് മാർഗം? അതും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് അവസാനം പ്രാർത്ഥിച്ച് പരിഹാരം കണ്ടെത്തുന്നത്. ഒരു സന്യാസ സമൂഹത്തിന് മാത്രമേ, അല്ലെങ്കിൽ ഒരു സന്യാസികളുടെ കൂട്ടായ്മയ്ക്ക് മാത്രമേ ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പിതാവ് പെരുന്നാട് മുണ്ടന്മല എന്ന് പറയുന്ന ഒരു വലിയ മലയിലേക്ക് പ്രവേശിക്കുന്നു. അതും പ്രാർത്ഥിക്കാനായിരുന്നു. ദൈവസംസർഗം എന്നാണ് അതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്, അഥവാ ദൈവസമ്പാദനം. അപ്പം ദൈവസമ്പാദനത്തിലൂടെ, ദൈവസംസർഗത്തിലൂടെ അപ്പം എന്താണ്, ഒരു മല കണ്ടെത്തി ആ മലയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങാനും എന്ത് ചെയ്തു? ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്കെല്ലാവർക്കും പിതാവ് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം നമ്മുടെ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് പ്രാർത്ഥന ആവശ്യം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വിശുദ്ധ ബൈബിളിൽ കർത്താവ് തൻ്റെ അന്ത്യസമയത്ത് കുരിശിൻ്റെ യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഗെത്സമേനിയിലെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ പിതാവായ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരുമോ? അപ്പോൾ അതൊരു പ്രാർത്ഥന ചോദിക്കുകയാണ്, ഒരു പ്രാർത്ഥനയായി ആബാ പിതാവിൻ്റെ സന്നിധിയിൽ അവിടെ അതിങ്ങനെ അവതരിപ്പിക്കുകയാണ്. എന്നാൽ അതിനുശേഷം കർത്താവ് പറയുന്നത് എന്താണ്? ഇല്ല, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അപ്പോൾ മാറിവാനിസ് പിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും സങ്കീർണമായ പ്രതിസന്ധികളിൽ ദൈവസന്നിധിയിൽ ഇതുപോലെ ചോദിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരുമോ? എന്നാൽ പിന്നീട് ഉറച്ച തീരുമാനത്തിലേക്ക് പിതാവിന് കടന്നു വരാൻ കഴിഞ്ഞത് ആ ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പ്രതിസന്ധികളിലൂടെയും നിരാശയിലൂടെയും പരാജയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാറിവാനിസ് പിതാവിൻ്റെ ഈ പ്രാർത്ഥന അനുഭവത്തിലേക്ക് കടന്നു വരിക. എന്താണ് പിതാവ് കണ്ടെത്തിയ ഈ പരിഹാര മാർഗങ്ങൾ? അത് പ്രാർത്ഥനയിലൂടെ ദൈവത്തോടുള്ള ബന്ധം മെച്ചപ്പെടുത്തി, പ്രാർത്ഥനയിലൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരീകരണം ഉണ്ടാക്കി, പ്രാർത്ഥനയിലൂടെ ഒരു വലിയ വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഇതിനുള്ള പരിഹാരം പിതാവ് കണ്ടെത്തി. നമ്മുടെ മുൻപിൽ പിതാവ് ഒരു മാതൃകയാണ്, നമുക്കൊരു വലിയ പരിഹാരമാണ്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ധന്യനായ മാറിവാനിസ് പിതാവിൻ്റെ ആധ്യാത്മിക ആ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നേറാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ധന്യനായ മാറിവാനിസ് പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.